ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രെറ്റി തിങ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മുരിങ്ങയില തന്നെയാണ് താരം. അപ്പോൾ എങ്ങനെ മുരിങ്ങയില വെച്ചിട്ട് നമുക്കൊരു ഹെൽത്തി സൂപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മുരിങ്ങയില, പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ ഞാനിവിടെ ചെറുപയർ മുളപ്പിച്ചത് 1 കപ്പ് വേവിച്ചത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ചെറുപയർ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം കാലത്ത് കെട്ടിവെച്ചാൽ വൈകിട്ടാകുമ്പോഴത്തേനും അതുപോലെ മുള വരും. അത് വെറുതെ ബോയിൽ ചെയ്തെടുത്തതാണ് ഇത്. പിന്നെ കോക്കനട്ട് മിൽക്ക്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സൂപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യം പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഒലിവ് ഓയിലാണ്, 1 സ്പൂൺ ഒലിവ് ഓയിൽ പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സൂപ്പിൽ നമ്മൾ ചുമന്ന മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവാണ് ഈ സൂപ്പിന് ഉണ്ടാകുക. പിന്നെ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ എരിവ് കുറച്ച് ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് 2 പച്ചമുളക്, ചെറിയ പച്ചമുളക് ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഇതിനധികം വേവില്ല. അപ്പോൾ അധികം നേരം വേവിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലയ്ക്കും വേവ് വളരെ കുറവാണ്. കുറച്ച് നേരം നമ്മൾ ഇളക്കുമ്പോഴത്തേനും അത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുപയർ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയിലിട്ട് പ്യൂരി ആക്കി എടുക്കണം. അപ്പം നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ച് അതിലേക്ക് അടിച്ചു വെച്ച പ്യൂരി ഒഴിക്കാം. മുരിങ്ങയില തോരനായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് വലിച്ചു കുടിച്ചോളും. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ചെറുപയർ മുളപ്പിച്ചതും ഹെൽത്തിയാണ്, മുരിങ്ങയിലയും ഹെൽത്തിയാണ്. അപ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി സൂപ്പാണ്. ഇപ്പം നന്നായി തിള വന്നു തുടങ്ങി. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മുരിങ്ങയിലയുടെ കട്ടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി മുരിങ്ങ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിത് നമ്മുടെ കോക്കനട്ട് മിൽക്ക് വെച്ച് തന്നെ ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പിയുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരാം. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.